ഷാഫി പറമ്പിലാണ് ഏറ്റവും പുതിയ ചർച്ചാ വിഷയം. അത് രാഹുൽ മാങ്കൂട്ടം 2-3 ദിവസമായിട്ട് മാധ്യമങ്ങൾക്ക് വേണ്ട, ഷാഫി പറമ്പിലിന് മതി. അതിന് കാരണം ഷാഫി വടകരയിൽ വെച്ച് ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞിരുന്നു. അവിടെ ഷാഫി ഷോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ എന്തായാലും ഷാഫി കാറിന്റെ പുറത്തിറങ്ങുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഷാഫി പുറത്തിറങ്ങി വന്നു, ഡിവൈഎഫ്ഐക്കാരെ നേരിട്ടു. അത് കഴിഞ്ഞ് പിന്നീട് എന്താണ് ഷാഫിക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ് ക്ലിഫ് ഹൗസിൽ മുമ്പിൽ അന്ന്. അപ്പൊ അത് 28ഓളം പ്രവർത്തകർ അറസ്റ്റിലായി. അങ്ങനെയൊക്കെ ഷാഫി പറമ്പിൽ ഇങ്ങനെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഷാഫി പറമ്പിൽ നേതാവ് എത്രത്തോളം ശക്തനാണെന്ന്. അതായത് ഷാഫി പറമ്പിൽ വന്നപ്പോൾ എല്ലാ മൈക്കുകളും എല്ലാ കാതുകളും അങ്ങോട്ടാണ് തിരിഞ്ഞത്. അവിടെ ഷാഫിയുടെ അഭിപ്രായം എന്തായിരുന്നു? ഷാഫി അഭിപ്രായം പറയുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ തങ്ങളുടെ അഭിപ്രായം ഷാഫി പറഞ്ഞതുമായിട്ട് അവള് തുലനം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അഭിപ്രായം മാറ്റുന്നു. അപ്പൊ ഷാഫി എത്രമാത്രം സ്വാധീനമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ ചെലുത്തുന്നു എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു സുഹൃത്തിനെ ഷാഫി അവിടെ കൈവിടിയുന്നില്ല. നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ കുതികാൽ വെട്ടും അതും ഇതൊക്കെ ഉള്ള ഒരു പാർട്ടിയായിട്ടാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ ഒരാൾ അതിനകത്ത് ഒരുത്തൻ താഴെ പോയാൽ പിന്നെ പൊങ്ങി വരാൻ പാടെന്നൊക്കെയാണ് പറയുന്നത്. ആരും രക്ഷിക്കാൻ നിൽക്കില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുന്ന ഷാഫി പറമ്പിലാണ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്: രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഷാഫിയിലെ രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഷാഫിയിലെ ജനപ്രതിനിധി പിന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആപത്തിൽ കൂടെ നിൽക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതാണ് പണ്ട് തൊട്ടേ ഉള്ള ഒരു ലോക നിയമം. അത് തന്നെയാണ്. അല്ലാതെ ഒരുത്തൻ എന്തെങ്കിലും അപകടം വരുമ്പോഴേ അന്നേ വരെ കൂടെ നിന്ന ആളുകളെല്ലാം വിട്ടേച്ചോടുന്നതല്ല. അത് രാഷ്ട്രീയത്തിലും ഒരു വലിയ പാഠം തന്നെയാണ്. അത് കാണിച്ചു തന്ന ഒരുപാട് നേതാക്കന്മാർ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ നമ്മുടെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു ദോഷമാകുന്നത് കണ്ടു കഴിഞ്ഞാൽ പോലും കൂടെ നിൽക്കുക, അവരോടൊപ്പം നിൽക്കുക, അവർക്ക് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആളിനെ സംരക്ഷിക്കുക, നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക. അത് തന്നെയാണ് ഒരു നല്ല നേതാവിന്റെ, ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഗുണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പണ്ട് തെളിയിച്ച ഒരാൾ കെ കരുണാകരനാണ്. നമ്മുടെ പഴയ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ്. അദ്ദേഹത്തിന് നമ്മൾ അറിയാമല്ലോ, ചാരക്കേസ്, തിരുവനന്തപുരത്ത് ചാരക്കേസ് വന്ന സമയത്ത് അന്നത്തെ പോലീസ് മേധാവി അദ്ദേഹം ചേർത്ത് പിടിച്ചു നിർത്തിയിരുന്നു. ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു ദോഷവും ഉണ്ടാകാത്ത രീതിയിൽ അദ്ദേഹം അതിനെ സംരക്ഷിച്ചിരുന്നു. അത് കരുണാകരന് വളരെ ദോഷകരമായിട്ട് മാറുമെന്നൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഏതാണ്ട് ആ സ്ഥിതിയിലേക്കൊക്കെ വന്നതാണ്. എങ്കിലും അദ്ദേഹത്തെ കൈവിടാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പൊ അത്തരം ചില ക്വാളിറ്റി വേണം രാഷ്ട്രീയക്കാർക്കാണെങ്കിലും, അത്തരം ചില ക്വാളിറ്റി വേണം എന്നുള്ളതാണ്. അതിന്റെ ഒരു സൂചന തന്നെയാണ്, അതിന്റെ ഒരു പ്രതീകം തന്നെയാണ് ശ്രീ ഷാഫി പറമ്പിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷാഫി രാഹുലിനെ കൈവിടാൻ തയ്യാറല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തെളിവും കേസുകളും ഒന്നും ആയിട്ടില്ല. പക്ഷേ ആരോപണങ്ങൾ അത്തരത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടി ഏതാണ്ട് പുറത്താക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. MLA സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി നിയമസഭയിൽ ചെല്ലാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും രണ്ടഭിപ്രായങ്ങളാണ്. അവിടുത്തെ വനിതാ നേതാക്കന്മാർക്ക് മറ്റൊരു അഭിപ്രായം, മറ്റു നേതാക്കന്മാർക്ക്, മുതിർന്ന നേതാക്കന്മാർക്ക്, KPCC പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് മറ്റൊരു അഭിപ്രായമുണ്ട്. അദ്ദേഹം സഭയിൽ വരുമെന്ന് തന്നെയാണൊക്കെ അവർ പറയുന്നത്. വരാൻ സ്വതന്ത്രനായിട്ടിരിക്കാം, മാറിയിരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും പാർട്ടിയുടെ പ്രൊട്ടക്ഷൻ കിട്ടുകയില്ല. അപ്പൊ ഇത്തരത്തില് രാഹുൽ മാങ്കൂട്ടത്തില് വളരെ 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 രാഷ്ട്രീയപരമായിട്ട് വളരെ വിഷമകരമായ സാഹചര്യം നേരിടുകയാണ്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ രാഹുലിനെ വളർത്തിയെടുത്തത് ഷാഫി തന്നെയാണ്. ഷാഫിയുടെ ഒരു വലിയ സഹായമാണ്. ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം അതേ സ്ഥാനത്തേക്ക് രാഹുലിനെയാണ് കൊണ്ടുവന്നത്. എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? ആത്മബന്ധം അറിഞ്ഞുകൂടാ ഒരു പക്ഷെങ്കിൽ ഗ്രൂപ്പിസത്തിനുള്ള പിന്നെ അത്തരത്തിലുള്ള സ്ഥാനങ്ങളാണോ, അതോ തമ്മിലുള്ള മറ്റു പരിചയങ്ങളുടെ വല്ല സ്ഥാനമാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും തൃശ്ശൂർ ഇവിടുന്ന് പത്തനംതിട്ട ജില്ലക്കാരനായ രാഹുൽ മാങ്കൂട്ടമാണ്. ആ സമയത്ത് രാഹുൽ വളരെ ചാനൽ ചർച്ചകളിലും ഒക്കെ ഇങ്ങനെ സജീവമായിട്ട് വളരെ മിടുക്കനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലവുമായിരുന്നു. അതിനുശേഷമാണ് ഷാഫി മാറിയ ശേഷം പാലക്കാട്ട് സീറ്റ് ഒഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സമയത്തും രാഹുലിനെ കൈവിട്ടില്ല. ഷാഫി അത് തന്നെയാണ് ചെയ്തത്. ഷാഫി വെച്ച കണ്ടീഷൻ അത് തന്നെയായിരുന്നു: ഞാൻ വടകരയ്ക്ക് പോകാം, അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അപ്പോഴെന്ത് ചെയ്യണം? ഈ പാലക്കാട് സീറ്റ്, ഞാൻ ഒഴിയുന്ന പാലക്കാട് സീറ്റ് രാഹുൽ ഞാൻ നിർദ്ദേശിക്കുന്ന ആളിന് കൊടുക്കണം. ആ നിർദ്ദേശിച്ച ആള് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നിന്ന് അദ്ദേഹം പാലക്കാട്ടേക്ക് വരുന്നതും മത്സരിക്കുന്നതും ജയിക്കുന്നതും. ഷാഫി വടകരയിൽ നിന്നും ജയിച്ചു. ഈ സമയത്ത് നമ്മൾ എന്തെല്ലാം കണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായില്ലേ? രാത്രിയിലെ ഒരു പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടി കൊണ്ടുപോയി, നീലപ്പെട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു.
ആ സമയത്ത് ഇവർ ഒന്നിച്ചായിരുന്നു, ഇവർ രണ്ടുപേരും ഒന്നിച്ചുണ്ടായിരുന്ന അത്തരം കാര്യങ്ങളിലൊക്കെ രാഹുലിനെ ഡിഫൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഡിഫൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഷാഫിയാണ് മുന്നിൽ നിന്നത്. അക്കാര്യത്തിലൊന്നും ഒരു നേതാവിനെക്കാട്ടിലും കൂടുതൽ രാഹുലിന് വേണ്ടി നിന്നതാണ്. അവസാനം അൻവറിന്റെ വീട്ടില് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പാതിരാത്രിക്ക് നമ്മൾ പറഞ്ഞില്ലേ ഈ അബദ്ധ സഞ്ചാരം എന്നൊക്കെ പറയുന്നത് പോലെ, രാത്രി മനുഷ്യരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയിട്ട് അൻവറിന്റെ രാഷ്ട്രീയ എതിരാളി, മൂന്നാം മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അൻവറിന്റെ വീട്ടിലേക്ക് പോയി. ആ കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. അന്നും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും രാഹുൽ അങ്ങനെ തന്നെത്താനെ പോകത്തില്ല, അദ്ദേഹത്തിന് എന്തായാലും സ്വപ്നാടനം ഒന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെങ്കില് ഈ പറഞ്ഞ തലതൊട്ടപ്പനായ ഷാഫി പറഞ്ഞിട്ടായിരിക്കും പോയത് എന്നായിരുന്നു. അത് ഷാഫി നിഷേധിച്ചിട്ടുമില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങളെ ഒന്നും ഷാഫി നിഷേധിച്ചിട്ടുമില്ല. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ആപത്ത് വന്നപ്പോഴും വീണ് കിടന്നവനെ ചവിട്ടുകയല്ല. നമ്മൾ പറയത്തില്ലേ, ഉച്ചി ഒഴിഞ്ഞ കൈകൊണ്ട് ഉദയക്രിയ ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ചില നടപടികളാണ് ഷാഫിയുടെ. അതൊരു നല്ല രാഷ്ട്രീയക്കാരന്റെ ലക്ഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു നല്ല സുഹൃത്തിന്റെ ലക്ഷണം. നമ്മൾ പണ്ടൊരു കരടിയുടെ കഥ കേട്ടിട്ടില്ലേ? രണ്ട് സുഹൃത്തുക്കള് കാട്ടിലേക്ക് പോയ സമയത്ത് അവരെ ഒരു കരടി ആക്രമിക്കാൻ വന്ന സമയത്ത് സുഹൃത്ത് ഓടി അടുത്ത് കണ്ടൊരു മരത്തിൽ കയറി രക്ഷപ്പെട്ടു. മറ്റേ ആള് മരത്തിൽ കയറാൻ കഴിയാത്തതുകൊണ്ട് താഴെ വീണുപോയി. കരടി ഇയാളെ തിന്നാനായിട്ട് അടുത്തേക്ക് വരുന്ന സമയത്ത് ഇയാൾ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ഇയാൾ ഇങ്ങനെ മരിച്ചതുപോലെ കടന്നു, ശ്വാസം അടക്കി പിടിച്ച് മരിച്ചതുപോലെ കടന്നു. കരടി വന്ന് ഇങ്ങനെ മണപ്പിച്ചു നോക്കി, ചുറ്റുവട്ടമൊക്കെ മണപ്പിച്ചു നോക്കി, ഡെഡ് ബോഡിയാണെന്ന് കരുതി അത് കളഞ്ഞേച്ചങ്ങ് പോയി. അപ്പൊ മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന സുഹൃത്ത് ചോദിച്ചു, നീ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചപ്പോഴ് അദ്ദേഹം പറഞ്ഞു, അല്ലെങ്കിൽ നിന്നോട് കരടി എന്താണ് പറഞ്ഞത്? നിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് മണപ്പിക്ക് നോക്കണ്ടല്ലേ, കരടി വല്ലതും പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴ് പറഞ്ഞ ഒരു വളരെ പറഞ്ഞിട്ട് ലോകതത്വം പോലൊരു വാചകമാണ് അതിനകത്ത് നിന്ന് വന്നത്. ആപത്തിൽ സഹായിക്കാത്തവൻ യഥാർത്ഥ സുഹൃത്തല്ല. നമ്മൾ വീണ് കിടക്കുമ്പോൾ നമ്മളെ ചവിട്ടുന്നതല്ല, അല്ലെങ്കിൽ നമ്മളെ അത്തരത്തിൽ കൈപിടിച്ചുയർത്തണം. അതാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. ആ റോൾ മാത്രമേ ഷാഫി ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പൊ ഉണ്ടായ സംഭവം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നത് ഒരു ചാനലാണ്, റിപ്പോർട്ടർ ടിവിക്കകത്തില്. അവിടെയാണ് ഏറ്റവും കൂടുതൽ രാഹുലിനെ ആക്രമിച്ചതെന്നാണ് പറയുന്നത്. അവർ വാർത്ത കൊടുത്തതായിരിക്കാം. എന്തായാലും കുറെ ഗസ്റ്റുകളെയൊക്കെ വിളിച്ചു വരുത്തിയ ഗസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആരോപണ വിധേയരായ ചില ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് വലിയ ചർച്ചകളൊക്കെ നടത്തി. അപ്പൊ അതിനെതിരെ ഒരു സമരം നടന്നു. അവരുടെ തൃശ്ശൂർ ബ്യൂറോയ്ക്ക് നേരെ സമരം നടന്നു. തൃശ്ശൂർ ബ്യൂറോയ്ക്ക് നേരെ സമരം നടക്കുകയും അവിടെ അക്രമം നടക്കുകയും അവിടെ കരിയോയിൽ ഒഴിക്കുകയും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഒരുപ്പെട്ട രാഷ്ട്രീയ കക്ഷികളെല്ലാം അതിനെ അപലപിച്ചും മറ്റും കാര്യങ്ങൾ പിന്നെ പ്രസ്താവനകൾ കൊടുത്തുമൊക്കെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ ഷാഫിയുടെ പ്രസ്താവന നമ്മൾ കണ്ടില്ല. ഒരു മാധ്യമ സ്ഥാപനത്തെ അങ്ങനെ അപകീർത്തിപ്പെടുത്തി അല്ലെങ്കിൽ അവിടെ അക്രമം നടത്തിയതിന്റെ പേരിൽ അപലപിച്ചുകൊണ്ട് ഒരു പ്രസ്താവന ഷാഫിയുടെ ഇത് വന്നതായിട്ട് നമ്മൾ കണ്ടില്ല. പിന്നീട് കാണുന്നത് ക്ലിഫ് ഹൗസ് ആണ്. ഷാഫിയെ വടകരയിൽ ഡിവൈഎഫ്ഐക്കാരെ തടഞ്ഞ സംഭവം. അതിനെ തുടർന്ന് ക്ലിഫ് ഹൗസ്, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് നേരെ നടന്ന പ്രതിഷേധ പ്രകടനമാണ്. ആ പ്രതിഷേധ പ്രകടനത്തിനകത്തിലും തിരുവനന്തപുരം പാറശാല, നെയ്യാറ്റിങ്കര ഭാഗത്തുള്ള യൂത്ത് കോൺഗ്രസിന്റെ ചില നേതാക്കന്മാര് ചിലരൊക്കെ ആരോപണ വിധേയരായിരുന്നെന്നാണ് പറയുന്നത്. അവര് തീപ്പന്തം എറിഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. തീപ്പന്തം എറിയുകയും പോലീസിന് നേരെ അക്രമമൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിലേതാണ്ട് കുറെ ആളുകളെ അറസ്റ്റ് ചെയ്തു പോലീസ്. ഈ നേതാവിനടക്കം കുറെ പേരെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത ശേഷം വലിയ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാക്കന്മാരും ജയിലിൽ പോയി അവരെ കണ്ടതായിട്ട് പിന്നെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവിടെയും ഷാഫി പോയിരുന്നു. ഷാഫി പറമ്പിൽ അവിടെ പോയിരുന്നു. എം പി ആയ ഷാഫി പറമ്പിൽ പോയിട്ട് ആ യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടിരുന്നു. അവിടെയും ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് തന്റെ സഹപ്രവർത്തകരോട്. അതൊരു ഐക്യദാർഢ്യത്തിന്റെ സൂചനയായിട്ട് തന്നെയാണ് അതിനെ കാണാൻ കഴിയുന്നുള്ളത്. പിന്നെ വടകര സംഭവം, വടകരയിൽ ഷാഫിയെ തടയാൻ നോക്കിയതാണല്ലോ ഡിവൈഎഫ്ഐക്കാര്. അദ്ദേഹത്തിന്റെ വണ്ടിക്ക് മുമ്പിൽ ചാടി വലിയ ഷോ ആയിരുന്നു, വലിയ പ്രകടനമാണ് നടന്നത്. പക്ഷെ നിങ്ങളെക്കാട്ടിൽ അപ്പുറം എന്നുള്ളൊരു മട്ടിലാണ് ഷാഫി അവിടെ ചെയ്തത്, അല്ലേ? എന്തായിരുന്നു, അദ്ദേഹം പെട്ടെന്ന് കാറിന്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പരസ്പര വെല്ലുവിളികളാണ്. അവിടെ ഉപയോഗിക്കാൻ വയ്യാത്ത ഭാഷകൾ ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. ഡിവൈഎഫ്ഐ പ്രവർത്തകര് അന്ന് പറഞ്ഞില്ല, സഭ്യമല്ലാത്ത ഭാഷ ഉപയോഗിച്ചതിന്റെ പേരിൽ ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം റോഡിൽ പോലീസ് ആകപ്പാടെ വിഷമിച്ചു പോയി. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ്? വടകരയിലെ പ്രവർത്തകർ, അല്ലേ? വടകര ഇപ്പൊ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ്. തലപ്പാവൊക്കെ വെച്ച പ്രവർത്തകരോടൊപ്പം തന്നെ ഷാഫി വടകര ടൗണിൽ കൂടെ നടന്നു നീങ്ങുന്നതാണ്. ഒരു നെഞ്ചു വിരിച്ചുള്ള ഒരു നടപ്പ് തന്നെയായിരുന്നു അത്. ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജനസമ്മതിയാണ്. 1 ലക്ഷത്തിൽ പേരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചിരിക്കുന്നത്. മുസ്ലിം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണത്. അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് അവിടുത്തെ പ്രവർത്തകര് അതേപോലെ തന്നെ മുന്നോട്ട് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വന്ന പ്രസ്താവനയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
അതിനുശേഷം കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രസ്താവന ശ്രദ്ധിച്ചിരുന്നില്ലേ? ഇത്തരത്തില് ഷാഫി പറമ്പിലിനെ എവിടെയെങ്കിലും ഇത്തരത്തിൽ തടയാനാണ് ഡിവൈഎഫ്ഐ ശ്രമിക്കുന്നതെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു LDF-ന്റെ മന്ത്രിയും സഞ്ചരിക്കാൻ പോകുന്നില്ല. അവർ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പോകുന്നില്ല. അക്കാര്യത്തില് വളരെ കൃത്യമായി ഒരു LDF മന്ത്രിയും സഞ്ചരിക്കാൻ ശരിക്കും ഒരു ഭീഷണി പോലെ തന്നെയാണ് അവർ പറഞ്ഞത്. എന്തായാലും പെട്ടെന്ന് എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഡിവൈഎഫ്ഐയുടെ സമരം പെട്ടെന്ന് അങ്ങ് അവസാനിച്ചു. ഡിവൈഎഫ്ഐ സമരങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ തടയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവര് അത്തരം കാര്യങ്ങൾ അങ്ങ് പിന്മാറുകയും ചെയ്തു. അപ്പൊ ഷാഫിയുടെ വളർച്ച എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തില് ഇപ്പൊ കോൺഗ്രസ്സുകാർ പോലും സംശയത്തോടു കൂടിയാണ്. വലിയ ഗ്രൂപ്പിസവും കാര്യങ്ങളൊക്കെ വരികയാണ് ഇവിടെ. പിന്നെ ഷാഫിയെ അങ്ങനെ സ്വതന്ത്രമായിട്ട് തുറന്നു വിടരുത്, അങ്ങനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ മറ്റൊരു ഗ്രൂപ്പ് അവിടെ രൂപപ്പെട്ടു വരും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു വളർച്ച, പ്രത്യേകിച്ച് ഒരു ദേശീയ മുസ്ലിമാണ് അദ്ദേഹം. കോൺഗ്രസിൽ ഇപ്പൊ ഇല്ലാത്തൊരു കക്ഷി എന്ന് പറയുന്നത് അതാണല്ലോ. അത്തരം ഒരു സമുദായത്തിലുള്ള ഒരു നേതാവാണ് ഇപ്പൊ അവിടെ കുറവുള്ളത്. അപ്പൊ അത്തരത്തിലൊരു MP ആയിട്ടുള്ള ഒരു ദേശീയ മുസ്ലിമായിട്ടുള്ള ഷാഫിയുടെ വളർച്ച ഒരു പക്ഷെങ്കില് ഇഷ്ടപ്പെടാത്ത ചില കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ ചില സൂചനകളാണ് ഷാഫിക്ക് ആ സീറ്റ് കൊടുക്കരുത്. ഇനി അഥവാ എന്തെങ്കിലും സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ, ഷാഫിക്ക് MP സ്ഥാനം ഒഴിയേണ്ടിയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം രാജിവെച്ചിട്ട് വരികയാണെങ്കിൽ പോലും കേരള രാഷ്ട്രീയത്തിലേക്ക് ഷാഫിയെ കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ തന്നെ പാലക്കാട് സീറ്റ് കൊടുക്കരുത്. അത്തരത്തിലുള്ള DCC-യിലൊക്കെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്നാണ്, അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളൊക്കെ കാണുന്നത്. അപ്പൊ എന്തായാലും കൊള്ളാം. ആപത്തില് നമ്മളെ മറ്റെന്തെല്ലാം മറ്റെന്തെല്ലാം പരിഗണന മാറ്റി നിർത്തിയാലും ശരി, ആപത്തിൽ കൂടെ നിൽക്കുന്നവൻ, അത് ഏത് ഇതിനകത്ത് രാഷ്ട്രീയമാണെങ്കിലും സമുദായമാണെങ്കിലും സിനിമയാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ശരി, കൂടെ നിൽക്കുന്നവൻ, അവനെ നമുക്ക് വിശ്വസിക്കാം. ആ വിശ്വാസം മാത്രമാണ് ഷാഫി കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്ന അഭിപ്രായം.